നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിസാർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ നിങ്ങൾക്ക് സോളാർ ഫെൻസിങ് ചെയ്യാം. നിങ്ങളുടെ പറമ്പിൽ പന്നി ശല്യം അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നിസ്സാര ചിലവിൽ സോളാർ ഫെൻസിങ് നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, സാധനങ്ങൾ എന്തൊക്കെയാണ്, സോളാർ പാനൽ അങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇത് എവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും, ഇതിന് എത്ര കോസ്റ്റ് വരും എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇനി ആദ്യമായിട്ട് ഇതിന് വേണ്ടൊരു സാധനം എന്ന് പറയുന്നത് എനർജൈസറാണ്. ഈ എനർജൈസർ ഞാൻ ഇടയ്ക്കരെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഏകദേശം ഇതൊരു 5 ഏക്കർ സ്ഥലത്തിന് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജൈസറാണിത്. ഈ എനർജൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ഏക്കർ സ്ഥലം കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫെൻസിങ് ചെയ്യാൻ പറ്റും. അതിന് മുകളിൽ 5 ഏക്കറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് തൊട്ട് മുകളിലുള്ള എനർജൈസർ വാങ്ങിക്കേണ്ടി വരും. ഈ ഒരു എനർജൈസറിന് നിങ്ങൾക്ക് വരുന്ന വില 3700 രൂപ മുതൽ 3800 രൂപയൊക്കെയാണ്. ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾക്ക് വരുന്നത്. അധികം വെയിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഞാൻ വാങ്ങിച്ച സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊറിയർ അയച്ചു തരും. അതേപോലെ തന്നെ പിന്നെ വേണ്ടത് നമുക്കൊരു ബാറ്ററിയാണ് കേട്ടോ. ബാറ്ററി ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് SF-ന്റെ ബാറ്ററിയാണ് കേട്ടോ. SF-ന്റെ 32 H-ന്റെ ബാറ്ററിയാണ്. ഈ 32 H-ന്റെ ബാറ്ററിക്ക് 2 ഇയർ വാറണ്ടി ഉണ്ട്. ഈ ഒരു ബാറ്ററിക്ക് ഏകദേശം ഒരു 3400 രൂപയൊക്കെ വില വരും. 2 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള ബാറ്ററിയാണ്. അതുപോലെ തന്നെ സോളാർ പാനൽ 40 വാട്ട്സ് അല്ലെങ്കിൽ 50 വാട്ട്സ്, അതായത് 5 ഏക്കറുടെ ഈ ഒരു എനർജൈസറും അതേപോലെ തന്നെ ഇത്രയൊരു 32-40 H-ന്റെ ഒക്കെ ബാറ്ററിയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 40 വാട്ട്സിന്റെ പാനൽ നിങ്ങൾക്ക് മതിയാവും. 40 അല്ലെങ്കിൽ 50 വാട്ട്സ്. ഇതിന് വില വരുന്നത് ഒരു 2200 മുതൽ 2400 വരെയാണ്. ഇതിനും റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് ഉള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഇൻസുലേറ്ററുകളാണ് കേട്ടോ. കണ്ടോ, ഇൻസുലേറ്ററുകൾ, കോർണറുകൾ, ഇൻസുലേറ്ററുകൾ അങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ട് ഇതെങ്ങനെ കെട്ടുകയെന്ന് കണ്ടോ. ഇതൊരു 1 ഇഞ്ചിൻ്റെ 3/4 ഇഞ്ചിൻ്റെ ഒരു GI പൈപ്പ് തന്നെ വാങ്ങണം. GI പൈപ്പ് ഉപയോഗിച്ചിട്ട് അതിൽ കെട്ടിയിട്ട് കാണിച്ചു തരാം. ശരിക്കും കണ്ടോ, GIയുടെ പൈപ്പ് വാങ്ങിയിട്ട് അതിൽ കണ്ടോ അങ്ങനെ 3 എണ്ണമായിട്ട് കെട്ടിയിട്ടുണ്ട്. 3 ലൈനാണ് നമ്മൾ ഇങ്ങനെ കണക്ഷൻ ചെയ്യുക എന്നുള്ളതൊക്കെ നാം കാണിച്ചു തരുന്നുണ്ട്. ഈ ഇൻസുലേറ്ററിന് വരുന്നത് ഏകദേശം ഒരു 4 രൂപ 5 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. ഇത് നമ്മൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കമ്പിക്കൊക്കെ തൂക്കത്തിനാണ് കേട്ടോ വെയിറ്റ് വരുന്നത്. അതേപോലെ കോർണർ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിന് സെറ്റാക്കി എടുക്കാറുണ്ടോ. അത് കെട്ടിയിട്ട് 2 സൈഡിലേക്ക് വലിച്ചെക്കുന്ന കോർണറാണ്. ഈ ഒരു കോർണറിന് 15 രൂപ അല്ലെങ്കിൽ 14 രൂപ ആ റേഞ്ചിലൊക്കെ വരുന്നത്. ഇത് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കും ഫൈബറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതുണ്ട്, ഇത് നമുക്ക് നിലത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സൗണ്ട് കേൾക്കാം. ഈ ഒരു ടൈപ്പാണ്. പിന്നെ റബ്ബറിൻ്റെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഇതാണ് കൂടുതൽ വീട് നിൽക്കുക. നമുക്ക് നല്ലത് ഇതാണ്, നല്ല ഇൻസുലേറ്ററാണ്. പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ളത് ബാറ്ററി, സോളാർ പാനൽ, പിന്നെ കമ്പിയാണ്. കണ്ടോ, കമ്പി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് 16 ഗേജിൻ്റെ കമ്പിയാണ് കേട്ടോ. ഇത് കെട്ടാൻ, ഇതിന് സൈഡിൽ കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കൂടെ വലിക്കാനുള്ള കമ്പി കുറച്ചുകൂടി കട്ടി കൂടിയ കമ്പിയാണ്. കമ്പി വാങ്ങുമ്പോൾ ടാറ്റൻ്റെ കമ്പി തന്നെ വാങ്ങണം. ടാറ്റയുടെ നല്ല കമ്പി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർഷം വീട് നിൽക്കും. ഇത് എവിടുന്ന് നമ്മൾ വാങ്ങിയതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ABN എന്നാണ് കേട്ടോ. ABN ഇലക്ട്രോണിക്സ് ആണ്. ABN ഇലക്ട്രോണിക്സ്, കോവിലക്ക റോഡ്. ഞാനിതിൻ്റെ നമ്പർ അഭിനവ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഞാൻ ഓൻ്റെ കടയുടെ നമ്പർ ഇതിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രൊഡക്റ്റ് തരും. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. എത്രയാണെന്നുള്ളത് നിങ്ങൾ ലേബർ ചാർജ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അവർ വന്നിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് A to Z കംപ്ലീറ്റ് ചെയ്തിട്ട് തരും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് സബ്സിഡി കിട്ടും നിങ്ങൾക്ക്. അതായത് സോളാർ കമ്പിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ നിന്ന്, കൃഷിഭവനിൽ നിന്ന് നിങ്ങൾക്ക് 50% സബ്സിഡി കിട്ടും. അതായത് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതിൻ്റെ ലേബർ കോസ്റ്റ് അല്ല, പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് എത്ര രൂപ വന്നോ അതിൻ്റെ പകുതി പൈസ നിങ്ങൾക്ക് ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള GST ബില്ലിൽ വാങ്ങണം. എല്ലാ പ്രൊഡക്റ്റും ഒരു GST ഇല്ലതാണ്. അവർ GST ബില്ലിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരും. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ അവർ ശരിയാക്കി തരും. GST ബില്ല് നിങ്ങൾ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ GST ബില്ലിൻ്റെ സാധനങ്ങൾ നിങ്ങൾക്ക് അവർ തരുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 3/4 ഇഞ്ചിൻ്റെ കമ്പി കണ്ടോ, 3/4 ഇഞ്ചിൻ്റെ GI പൈപ്പ് തന്നെ വാങ്ങണം കേട്ടോ. GI പൈപ്പ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തടിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. തടി വെച്ചിട്ടോ അല്ലെങ്കിൽ സിമെൻറ്റ് കാലിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ സിമെൻറ്റ് കാലിലൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സബ്സിഡി കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സബ്സിഡി കിട്ടും. 50% നിങ്ങൾക്ക് സബ്സിഡി ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ സബ്സിഡി കൊടുക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് കൊടുത്തിട്ട് പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ കയറുന്നതായിരിക്കും. അങ്ങനെയാണ് ഇത് ചെയ്യാറ് സാധാരണ.
ഇതെങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ GI പൈപ്പ് എടുത്തിട്ട് നമ്മൾ ഹോൾ ഇട്ടൊക്കെയാണ് കണ്ടോ, ലൈറ്റ് കൊണ്ടുപോയിട്ട് ഇതിന് 3 ഹോൾ ഇട്ടുക കണ്ടോ. ഇങ്ങനെ കിട്ടുന്നതിന് മുമ്പുള്ള കമ്പിയാണിത് കണ്ടോ, കിട്ടുന്നതിന് മുമ്പാണ്. ഇതിപ്പോൾ 1 മീറ്ററിൻ്റെ മുകളിലുണ്ട്, 4 അടിയോളം ഉണ്ട് ഈ കമ്പി. 4 അടിക്ക് നമ്മൾ 3 ഹോളാണ് ഇട്ടിട്ടുള്ളത് കണ്ടോ. ഫസ്റ്റിൽ 1 അടിയുടെ മേലെ 1 അടി 5 ഇഞ്ച് വറ്റുണ്ട്, അതിന് മേളിൽ 1 ഹോള്, അത് കഴിഞ്ഞിട്ട് പിന്നെ 1 ഹോള്, ലാസ്റ്റിൽ എൻഡിൽ 1 ഹോള്. ഇത്ര ഭാഗം നമ്മൾ മണ്ണിലേക്ക് അടിച്ച് താത്തും. ഓക്കെ, നിങ്ങൾക്ക് സിമെന്റ് കാലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഴി എടുത്തിട്ട് അതിൽ സിമെന്റ് കാല് താത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതാവുമ്പോൾ നിങ്ങൾക്ക് അടിച്ച് താത്തിയാൽ മതിയാവും. പിന്നെ കോർണർ വരുന്ന സ്ഥലത്ത് നിന്ന് വലിച്ചു വെട്ടുക അല്ലെങ്കിൽ എക്സ്ട്രാ 2 തൂണ് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാറ്റുപെട്ടിട്ടൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബാറ്റുപെട്ടി വാങ്ങാം. അതുപോലെ തന്നെ പാനൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് പാനൽ വാങ്ങാം. എനർജൈസർ, ഇത് ക്വാളിറ്റി എനർജൈസറാണ് നല്ല. ഇതിന് ഈ എനർജൈസറിന് കണ്ടോ 3 ഓപ്ഷനാണ്, 3 ബട്ടനാണ് ഇവിടെ ഉള്ളത്. അതായത് ഒന്ന് ഫസ്റ്റിൽ കാണുന്നത് ഓട്ടോ 24. ഈ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇത് ഫെൻസിങ് ഓൺ ആവും. അതുപോലെ തന്നെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും. പിന്നുള്ളത് 24 ഹവറാണ്. അതായത് നിങ്ങൾക്ക് പകലും മൃഗങ്ങളുടെ ശല്യമുണ്ട് അങ്ങനത്തെ ഏരിയകളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24 ഇടാം. ഓക്കെ, ആളുകളൊക്കെ ഉള്ള ജനവാസ മേഖലയിലൊക്കെ ആണെങ്കിൽ 24 ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പിന്നുള്ളത് ഹൈയിലോ, അതായത് 5 ഏക്കർ, മാക്സിമം 5 ഏക്കറാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ 5 ഏക്കറൊക്കെ ഉണ്ടെങ്കിൽ ഹൈയിലിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോയിൽ ഇടുന്നതായിരിക്കും നല്ലത്. പിന്നുള്ളത് ഓൺ ഓഫ്, ഇതിൻ്റെ മെയിൻ ഓൺ ഓഫാണ്. ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിൽ ഇതിന് എക്സ്ട്രാ അഡീഷണൽ ഒരു 2 ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്യൂസ് ഇടുന്ന ഭാഗമാണിത്. പിന്നെ ബാറ്ററിയിൽ കണക്ട് ചെയ്യാനുള്ള ക്ലിപ്പ് ഇതിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ഓപ്ഷനാണ് ഇവിടെ വരുന്നത് കേട്ടോ. 3 അല്ല, 2 എണ്ണം, അതായത് പ്ലസും മൈനസും അത്രേ ഉള്ളൂ. ലൈനിലേക്ക് പോകുന്ന ഒരു എർത്തിങ് നിങ്ങൾ ഇത് കൊടുക്കുന്നതിൻ്റെ, ഇതിപ്പോൾ എവിടെയാണ് നമ്മൾ വെക്കുന്നത് അതിന് തൊട്ടടുത്തായിട്ട് ഒരു കമ്പി അടിച്ചിട്ട് എർത്ത് കൊടുക്കുക, മൈനസ് കൊടുക്കുക. പിന്നെ പ്ലസിന് ഒരു വയർ എടുത്തിട്ട്, ഒരു വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സർവീസ് വയറാണ് കൊടുക്കുക. KCBയുടെ സർവീസ് വയർ ഉണ്ടല്ലോ, KCB ലൈനോ കൊടുക്കുന്ന 4mm സർവീസ് വയറൊക്കെയാണ് കൊടുക്കുക. ആ സർവീസ് വയർ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഒരു ലൈനിൽ 2 പ്ലസ് തന്നെ കൊടുക്കുക. 2 പ്ലസ് തന്നെ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ മുകൾ ഭാഗത്തോ താഴത്ത് 2 എണ്ണത്തിലോ അല്ലെങ്കിൽ മുകളിലെ 2 എണ്ണത്തിലോ കൊടുക്കുക. നിങ്ങൾ 3 എണ്ണത്തിൽ കൊടുത്താലും പ്രശ്നമല്ല, 3ലും കൊടുക്കുക. എർത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ എർത്ത് എടുത്തിട്ട് ഭൂമിയിൽ ഇത് വെക്കുന്ന സ്ഥലത്ത് താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് എർത്ത് ലൈനൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല, മൈനസ് ലൈന് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഈ പ്ലസ് മാത്രം കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരു കാരണവശാലും ഈ കമ്പിയിൽ തട്ടാൻ പാടില്ല. അതിനാണ് നമ്മൾ ഇൻസുലേറ്റർ വെച്ചിരിക്കുന്നത്. കാരണം കമ്പി ഇതിൻ്റെ അകത്ത് കൂടെ പോകണം, നമ്മൾ സപ്ലൈ കൊടുക്കുന്ന കമ്പി ഇതിൽ തട്ടാൻ പാടില്ല. തട്ടിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ സപ്ലൈ ഉണ്ടാവും, അത് മണ്ണിലേക്ക് ഇറങ്ങി പോയിട്ട് നിങ്ങൾക്ക് ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവും, ബാറ്ററി ബാക്കപ്പ് കുറയും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ ലൈന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊന്ന് പോയി നോക്കണം കേട്ടോ. നമ്മളെപ്പോഴും അതങ്ങനെ ഇട്ടിട്ട് പുല്ല് ഇതൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഈ ലൈനിൽ തട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ എർത്തായിട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ഓണാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. മെയിൻ ഓണ് ലൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്, അതേപോലെ ചാർജിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ പൾസ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്ക് ഇതിലേക്ക് ഒരു പൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് വർക്ക് ചെയ്യുന്ന സമയത്താണ് അത് കാണിക്കുക. ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജിങ് കാണിക്കും, വെയിലുള്ള സമയത്ത് ചാർജിങ് കാണിക്കും. പിന്നെ ഓണാകുന്ന സമയത്ത്, മെയിൻ ഓണാക്കുന്ന സമയത്ത് മെയിൻ്റെ സപ്ലൈയും കാണിക്കും. അത്രേ ഉള്ളൂ ഈ എനർജൈസർ. ഇതിന് അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊന്നും വരുന്നില്ല. ഇതിന് 1 ഇയർ ഗ്യാരണ്ടി വരുന്നുണ്ട് കേട്ടോ. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ പാനലിനും വാറണ്ടി ഉണ്ട്, ബാറ്ററിക്കും വാറണ്ടി ഉണ്ട്. ഫുള്ളായിട്ട് ഇത്രയും പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞൊരു ചിലവിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ GST ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ അടുത്ത് ലേബർ കോസ്റ്റ് അല്ലാത്ത പൈസ, അതായത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള പൈസ, മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ള പൈസൻ്റെ 50% നിങ്ങൾക്ക് സബ്സിഡി ആയിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെറിയ ഒരു 50 സെൻറ്റോ 1 ഏക്കറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അല്ല ഇവരെന്നെ വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ വന്നിട്ട് ഇവർ ചെയ്തു തരും കേട്ടോ. ഇത് എവിടേക്ക് വേണമെങ്കിലും ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഇൻസുലേറ്ററുകൾ. ഇതിൻ്റെ അകത്തൂടെയാണ് നമ്മൾ ലൈൻ കമ്പി വലിച്ചു കെട്ടുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തൂടെയാണ് നമ്മൾ കെട്ടുന്നത്. ഇത് നല്ലൊരു ഇൻസുലേറ്ററാണ്. അതേപോലെ തന്നെ കോർണർ ഭാഗത്തൊക്കെ കെട്ടുന്നത് ഈ ഒരു ടൈപ്പ് സാധനമാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോർണറുകളിൽ കെട്ടുന്നത്. ഇത് കെട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പി കുറച്ച് വണ്ണം കുറഞ്ഞ കമ്പി കേട്ടോ. 16 ഗേജിൻ്റെ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആവും, നമുക്ക് പിരിക്കാനൊക്കെ സുഖമാവും. 1 അടി നീളത്തിലുള്ള ഒരു കമ്പിയുടെ പീസ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇൻസുലേറ്ററിൻ്റെ മധ്യഭാഗത്ത് ഇതേപോലെ ഒരു റൗണ്ട് അടിച്ചതിന് ശേഷം പ്ലെയർ ഉപയോഗിച്ചൊന്ന് അതിനെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ആ 2 കമ്പി ഒരേ
പൊസിഷനിലാക്കി വെക്കുക. ഒരു നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഹോളിട്ട ആ ഭാഗത്ത് അകത്തൂടെ പുറത്തേക്ക് തള്ളുക. ഇനി ഇതിൻ്റെ രണ്ട് എൻഡും ഒന്നുകൂടെ ഇട്ട് ചുറ്റി കെട്ടിയിട്ട് പിന്നെ പ്ലെയർ ഉപയോഗിച്ചിട്ട് പിരിച്ചു വെച്ചാൽ മതി. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഈ നമ്മൾ കെട്ടുന്ന കമ്പിയും അതുപോലെ തന്നെ നമ്മൾ അടിക്കാൻ തറയിൽ അടിച്ച് താത്തുന്ന കമ്പിയും തമ്മിൽ ഒരു ടച്ച് ഉണ്ടാകരുത്. ഇൻസുലേറ്ററിൻ്റെ അകത്തുകൂടെ ആകണം നമ്മൾ ലൈന് കടന്നു പോകേണ്ടത്. അതും ഈ കെട്ടുന്ന കമ്പിയും തമ്മിലൊരു ബന്ധം ഉണ്ടാകരുത്. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കെട്ടാം. അത് തട്ടാതെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസുലേറ്ററാണ് ഈ ഉപയോഗിക്കുന്നത്. 5 മീറ്റർ അകലത്തിലൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഇത് വെക്കല്. മാക്സിമം ഒരു 5 മീറ്റർ, ഇപ്പോൾ 5ൻ്റെ ഒരു 6 കൊടുത്താലും മതി, കുഴപ്പമില്ല. ഈ കമ്പി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പക്ക താന്ന് കിടക്കും. ഇനി അടുത്തത് നമ്മളൊരു 5 മീറ്റർ സുമാറ് അളന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പി ഒരു ഭാഗത്ത് ചുരുട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് നമ്മൾ നിവർത്തിയിട്ട് നമ്മൾ നേരത്തെ കെട്ടിയ ഇൻസുലേറ്ററിൻ്റെ അകത്തുകൂടെ കയറ്റി വിടണം കേട്ടോ. അകത്തുകൂടെ കോർത്തെടുത്തിട്ട് എവിടേക്കാണോ കമ്പി വെച്ചിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഇൻസുലേറ്ററിൻ്റെ അകത്തുകൂടെ നമ്മൾ ഓരോരോ ലൈന് കോർത്ത് വെച്ച് കോർണർ വെക്കുന്ന അവിടെ വരെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അതിൽ പിരിച്ചു കൊടുക്കുക. അതിൽ പിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ വലിച്ച് ടൈറ്റ് ആക്കണം. ഒരു സൈഡ് വലിച്ച് ആദ്യം അത്ര ടൈറ്റ് ഉണ്ടാവില്ല, കാരണം ഇത് വണ്ണം കൂടിയ കമ്പി ആയതുകൊണ്ട് നിങ്ങൾക്ക് ടൈറ്റ് ആക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ പ്ലെയർ നിർബന്ധമായിരിക്കും. പ്ലെയർ ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റാക്കി ഒരു സൈഡിൽ വെച്ചതിന് ശേഷം മറ്റേ ഭാഗം വലിച്ച് ടൈറ്റാക്കിയാൽ മതിയാവും. ഇങ്ങനെ ഓരോരോ ലൈനും 3 ലൈനാണെങ്കിൽ 3 ലൈനും നമ്മൾ ഇതേപോലെ ചെയ്യണം. 3 ലൈനും ഇതേപോലെ കോർണർ വരെ ചെയ്യുക. പിന്നെ അതേപോലെ ആ കോർണറിൻ്റെ മറ്റേ എൻഡിൽ നിന്ന് അടുത്ത കോർണർ വരുന്ന അവിടെ വരെ ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം വലിച്ച് കെട്ടുക. അങ്ങനെയുള്ളൂ. വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ വലിച്ച് കെട്ടാനുള്ളതുള്ളൂ. അകത്തുകൂടെ കോർത്ത് പോകണം. പിന്നെ ഇത് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും മണ്ണിലോ അതേപോലെ തന്നെ മരത്തിലൊക്കെ തട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. കൊമ്പ് വെട്ടണം. ആ കൊമ്പേ ഈ കോർണറുള്ള സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ കേട്ടോ കൊടുക്കുന്നത്. കണ്ടോ, ഇതുവരെ വന്നിട്ട് നേരെ ഈ ലൈനിക്ക് ഇതിന് കണക്ഷൻ കൊടുക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ ലൈന് നേരെ വന്നിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കും. മൂന്നാമത്തെ ലൈന് ഇതേപോലെ തന്നെ ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഈ കമ്പി നമ്മൾ വലിച്ച് കെട്ടുന്ന സമയത്ത് കുറച്ച് എയറുള്ള ഭാഗം ഉണ്ടല്ലോ, അതും ഇതിൻ്റെ എയറുള്ള ഭാഗം കൂടി പിരിച്ചു വെച്ചാൽ മതിയോ. ഉണ്ടോ, കറക്റ്റ് നല്ല കോണ്ടാക്ട് കിട്ടുന്ന രീതിയിൽ പിരിക്കണം. ഉണ്ടോ, ഈ ലൈന് ചാല് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഇതേപോലെ ഈ പുല്ലും സാധനങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ വെട്ടിക്കളയാൻ കേട്ടോ. ഇതൊക്കെ വെട്ടിയിട്ട് പുല്ലിൻ്റെ അകത്ത് കൂടെ പോയതൊക്കെ നമ്മൾ വെട്ടി എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം ലൈന് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇതിപ്പോൾ ചാർജ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് താഴത്ത് കാണുന്ന ലൈനൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇത് ചാർജ് ചെയ്യുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് കേട്ടോ. ഉണ്ടോ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ടില്ല, ഇത് ഇതിൻ്റെ എൻഡാണ്. ഇനി നമ്മൾ ഇതിലൊരു കമ്പി കെട്ടിയിട്ട് ഇങ്ങോട്ടൊരു സ്റ്റേ കൊടുക്കണം, ഈ കമ്പി വലിഞ്ഞിക്കാൻ. കണ്ടോ, ഇതിങ്ങനെ വലിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വർക്കും തീർന്നിട്ടുണ്ട് കേട്ടോ. കമ്പി വലിച്ച് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് സർവീസ് വയറാണ്. 4mm സർവീസ് വയർ കൊണ്ടുവന്നിട്ട് 2 ലൈൻ ഇതാണ്ടോ. ഒരു ലൈന് ഫസ്റ്റത്തെ ലൈനിൽ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഒന്ന് ഈ സെക്കൻഡ് ലൈനിൽ കൊടുത്തു. 2 പ്ലസ് തന്നെയാണ്, ഗ്രൗണ്ട് അല്ല. ഗ്രൗണ്ട് നമ്മൾ വേറെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് വരുന്ന വേറെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കണക്ഷൻ. ഇത് കംപ്ലീറ്റ് തൊടി കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. കണക്ഷൻ കൊടുത്തുകൊണ്ട് ഇതൊന്നുകൂടിയൊക്കെ വലിച്ചു കെട്ടാണ്ട് നമുക്ക് വലിക്കാം. അത് കമ്പി വണ്ണം കൂടുതലായതുകൊണ്ട് ഇത്ര ടൈറ്റ് ആകുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ, ഡേഞ്ചർ എന്നുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ എന്താ ഇതിൽ നിന്ന് കൊടുക്കേണ്ട സർവീസ് വയർ കേട്ടോ. ഇത് വെക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഈ സർവീസ് വയർ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷനുകൾ കാട്ടിത്തരാം. എന്നാണോ, ഇതിൻ്റെ ബാക്കിൽ കാണാം ലൈന് എർത്ത്. ഈ ലൈനാണ് നമ്മൾ ഈ 2 ഇതും കൊടുക്കേണ്ടത്. ഈ സർവീസ് വയറിൻ്റെ എൻഡ് നമ്മൾ ഇതിലാണ് കൊടുക്കുക. രണ്ടും
രണ്ടും പ്ലസ് ആക്കിയിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഈ സർവീസ് വയറിന് 2 വയറുണ്ട്, കറുപ്പും ചുവപ്പും. ഈ കറുപ്പും ചുവപ്പും ഒന്നാക്കിയിട്ട് നമ്മൾ ഇതിൽ കൊടുക്കും. എർത്ത് നമ്മൾ സെപ്പറേറ്റ് ഗ്രൗണ്ട് എർത്ത് ചെയ്താണ്ടോ, ഇതൊന്ന് എർത്ത് ചെയ്തിരിക്കണം. ഇതൊന്ന് കാണിച്ചാൽ കണ്ടോ, ഇത് നമ്മൾ ഒരു എർത്ത് ചെയ്തിട്ടുണ്ട് ഒരു കമ്പി. ഈ കമ്പി ഇതുണ്ടോ, ഈ കമ്പി നമ്മൾ ഈ ഇൻസുലേറ്റർ കെട്ടാൻ ഉപയോഗിച്ച കമ്പിയാണ് കേട്ടോ. 16 mm കമ്പിയാണ്. ഈ കമ്പിയാണ് നമ്മൾ ഇതിന്ന് കൊടുക്കേണ്ടത്. ഇതിൻ്റെ എർത്ത് പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ നേരെ ഈ കമ്പിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എവിടെയെങ്കിലും നനവില്ല സ്ഥലത്തേക്ക് അടിച്ച് താത്താണ് ചെയ്യുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല എർത്ത് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ നമ്മൾ അടിച്ചെത്തിക്കണം. ഈ കമ്പി കവറിങ് കോട്ടിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് വാട്ടർ പൈപ്പ് ഉണ്ടല്ലോ, ഈ വാട്ടർ ലെവൽ പൈപ്പ് ഇതിന് ഇങ്ങനെ കോട്ട് ചെയ്ത് കൊണ്ടേക്കാണ്. ഇത് രണ്ടും എടുത്തു കൂടെ അല്ല കൊണ്ടുപോകുന്നത്, രണ്ടും സെപ്പറേറ്റ് കുറച്ചൊരു ഡിഫറൻറ്റ് വ്യത്യാസത്തിലാണ് കൊണ്ടുപോകുക കേട്ടോ. അടുപ്പിച്ച് കൊണ്ടുപോകരുത്. അതായത് പ്ലസ് സർവീസ് വയറും ഇതും അടുപ്പിച്ച് കൊണ്ടുപോകരുത്, കാരണം ചെറിയ ഇഞ്ചക്ഷൻ കറണ്ട് ഉണ്ടാവും. പിന്നെ വരുന്നത് ഇതാണ്ടോ, ഇതിൻ്റെ ബാക്കിൽ 2 ലൈൻ ഉണ്ടോ ഇങ്ങനെ വയർ കിടക്കുന്നത്. ഇത് നമ്മൾ പ്ലസും മൈനസും സോളാർ പാനലിൽ കൊടുക്കുക. സോളാർ പാനൽ എവിടെയാണ് വെക്കുന്നത് അതിന് കറക്റ്റ് ഇതിൽ കൊടുക്കുക. മാക്സിമം ഒരു 7 മീറ്റർ സോളാർ പാനലിൽ നിന്ന് വയർ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ചാർജിങ് ഒക്കെ കുറയും. പിന്നെ ഇതിൻ്റെ ക്ലിപ്പാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 വന്ന ഇത് നമ്മൾ ബാറ്ററിയിലും കൊടുക്കും. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. ഫീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലൈനിൽ ഷോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ഫീസ് പോകും. അപ്പോൾ നമ്മൾ ഫീസ് ഊരിയിട്ട് നമുക്കിങ്ങനെ ഇതുണ്ടോ, ഇത് റിവേഴ്സ് ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്യൂസ് ഇടാം. ഈ മുകളിൽ കാണുന്നതാണ് ഫ്യൂസ്. ആണ് ഇത് വലിച്ചൂരിയിട്ട് നമ്മൾ ഇതിൽ ടൈറ്റ് ചെയ്യും, നേരെ ഇത് ടൈറ്റ് ചെയ്യും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ മാറ്റിയിടാൻ പറ്റും. ഈ ഫ്യൂസ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനും കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നേരത്തെ കാണിച്ചു തന്നെ അതേപോലെ തന്നെ. അപ്പം നമുക്കിത് കണക്ഷൻ കൊടുക്കട്ടോ. അപ്പോൾ ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലൈനും ഇതേപോലെ കണക്ഷൻ ഇട്ടിട്ട് കാട്ടിത്തരാം. ഇതാണ്ട് സർവീസ് വയർ രണ്ടും ഒന്നാക്കിയിട്ടുണ്ട്. ഇത് പ്ലസ് ലൈൻ നമ്മൾ നല്ല മുറുക്കി കഴിഞ്ഞാൽ ലൂസ് കോണ്ടാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്പാർക്കിങ് വരും. കണ്ടോ, അപ്പോൾ സർവീസ് വയർ നമ്മൾ അവിടെ കൊടുത്തത് കാട്ടി തന്നില്ല. അതിൻ്റെ 2 എൻഡാണിത്. 2 എൻഡും പിരിച്ചിട്ട് ഇവിടെ കൊടുത്തു. സോളാർ പാനലിൽ കൊടുക്കാനുള്ളത് ഈ എർത്ത് കണ്ടോ, നമ്മൾ ഇത്രയും കമ്പി വെച്ചിട്ട് ഇൻസുലേറ്റർ, ഈ കമ്പീൻ്റെ പുറത്ത് നമ്മൾ പൈപ്പ് ഇട്ടിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, കമ്പിൻ്റെ എൻഡ് ഞാൻ മടക്കിയതാണ്, ഇങ്ങനെ മടക്കി ഇട്ടതാണ് എൻഡ്. ഇതാണ് നമ്മൾ എർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എർത്തിലും കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിലേക്ക് പോകുന്ന കണക്ഷനും എർത്തും കൊടുത്തു. ഇനി ഈ കാണുന്ന വയറാണ് സോളാർ പാനലിൽ നിന്ന് വരുന്നത് കേട്ടോ. നീല വയറും ഒരു കറുപ്പ് വയറും കണ്ടില്ലേ, ഇതാണ് നമ്മൾ സോളാർ പാനലിൽ നിന്ന് വരുന്ന വയർ. ഇതാണ് നമ്മുടെ പാനൽ കേട്ടോ, 40 വാട്ട്സിൻ്റെ സോളാർ പാനൽ. നമ്മൾ താഴേന്ന് ഒരു നീലയും കറുപ്പും വയർ താഴേന്ന് മേലിട്ട് വലിച്ചിട്ടിരിക്കണം കേട്ടോ. ഈ വയറാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു കറുത്ത ഒരു ഇത് കാണാം. ഇവിടെയാണ് ഇതിൻ്റെ കണക്ടർ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. അടപ്പ് റിമൂവ് ചെയ്തിട്ട് പ്ലസും മൈനസും ഷോർട്ടാകാതെ കറക്റ്റ് വയറിൻ്റെ ക്ലിപ്പ്, വയർ കൊടുക്കുന്നൊരു ക്ലിപ്പ് ഉണ്ട്, അതുണ്ടെങ്കിൽ നിങ്ങളത് ക്രിമ്പ് ചെയ്തുകൊണ്ട് അത് വെച്ചുകൊണ്ട് സെറ്റ് ആക്കുകയാണെങ്കിൽ കറക്റ്റ് സെറ്റായി കിട്ടും. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പിരിച്ച് കൊടുത്താലും മതി. ഈ സ്ക്രൂ 2 സ്ക്രൂ ആയിരിക്കും, പ്ലസ്സിനൊരു സ്ക്രൂവും മൈനസിനൊരു സ്ക്രൂ. ഈ പ്ലസ്സും മൈനസും മാറാതെ നോക്കണം. പ്ലസ്സും മൈനസും മാറാതെ അതും രണ്ടും തമ്മിൽ ഷോർട്ടാകാതെ നോക്കിയിട്ട് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ഇപ്പോൾ ഇതിൽ നിന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സോളാർ പാനലിൻ്റെ സപ്ലൈ താഴെയിട്ട് ഈ വയറിലേക്ക് എത്തും. ഇത് കണക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ പോയിട്ട് നമ്മളെ താഴെ സോളാർ പാനലിലേക്ക് നമ്മളെ എനർജൈസറിന്ന് വരുന്ന ആ വയറുണ്ടല്ലോ, ആ വയർ കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ സോളാർ പാനൽ ചാലു ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴെ ഇപ്പോൾ പവർ എടുക്കാൻ തുടങ്ങി കാണും. ഇത് കറക്റ്റ് വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് താഴെ ഒന്ന് പോയി നോക്കാം. ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മൾ സോളാർ പാനലിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടോ. ഇനി ഈ ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ബാറ്ററി പെട്ടിയിൽ കണക്ട് ചെയ്താൽ കണ്ടോ, സോളാർ പാനലിൽ പച്ച ഇൻഡിക്കേഷൻ കത്തും. ഇനി 2 ക്ലിപ്പ് നമ്മൾ ബാറ്ററി പെട്ടിയിൽ കണക്ട് ചെയ്താൽ പ്ലസ്സിലും മൈനസിലും കണക്ട് ചെയ്താൽ ബാറ്ററി പെട്ടിക്ക് ചാർജ് കയറാൻ തുടങ്ങും. ചാർജ് കയറുന്ന സമയത്താണ് ഈ പച്ച ഇൻഡിക്കേഷൻ കാണിക്കുക. സോളാർ പാനലിൽ നിന്ന് സപ്ലൈ ഈ ബാറ്ററിയിലേക്ക് ചാർജ് ആകുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്ന പച്ച ഇൻഡിക്കേഷനാണ്. ഇപ്പോൾ നമ്മളിത് ഓട്ടോയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ കറക്റ്റ് സോളാർ പാനലിൽ നിന്നില്ല സപ്ലൈ കഴിയുന്ന സമയം ഒരു 6:30 ഒക്കെ ആകുമ്പോൾ കണ്ടോ,
ഇപ്പോൾ 6:30 സമയമായി ഓട്ടോമാറ്റിക് ഇത് വർക്കാൻ തുടങ്ങി. കണ്ടോ പൾസ് എന്ന് കാണിക്കുന്നുണ്ടോ. ഇപ്പം നമ്മുടെ ലൈനിലേക്ക് ഒരു സപ്ലൈ പോകുന്നുണ്ട്, ഒരു പൾസ് കാണിക്കുന്നുണ്ട്. ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ ഓഫായി, മെയിൻ സപ്ലൈൻ്റെ ഓൺ എന്നുള്ളത് അത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഡിവൈസ് ഓണിലാണെന്നുള്ളതാണ് ചുമന്ന ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. മറ്റേത് ബ്ലിങ്ക് ചെയ്യുന്നത് പൾസാണ്. ഇത് നമ്മൾ ഓട്ടോയിലാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പം ബാറ്ററിയിൽ ചാർജിങ് നടക്കുന്നില്ല, ചാർജായ ബാറ്ററിയിൽ നിന്നാണ് തിരിച്ചിങ്ങോട്ടേക്ക് സപ്ലൈ വരുന്നത്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ലൈനിൽ വന്നിരിക്കുകയാണ്. ഒരു വയറിൻ്റെ പീസ് എടുക്കുക, അത്യാവശ്യം നല്ല കേജിലുള്ളൊരു വയറിൻ്റെ പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് നമ്മൾ അടിച്ച് താത്തിയ ഒരു കമ്പി ഉണ്ടല്ലോ, അതായത് അല്ലെങ്കിൽ മണ്ണിലൊന്ന് നനവില്ല മണ്ണിലൊന്ന് വെക്കുക, അല്ലെങ്കിൽ ആ കമ്പിയിലൊന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു എൻഡ് ഈ പ്ലസ്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടണ്ട, നമ്മളതിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ സ്പാർക്ക് ചെയ്യുന്ന സൗണ്ടും കേൾക്കാം, ഈ ഒരു സ്പാർക്കിങ് നിങ്ങൾക്ക് കാണാനും പറ്റും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.